കോൺസെൻട്രേഷനും പോയല്ലോ സഖാവേ. ഈ വെളുപ്പാങ്കാലത്ത് ഇവിടെ പോണ്ടാരായി കണവനടിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്ന് നോക്കിയേക്കാം. അടിച്ചോണ്ടിരി. നിന്നെ തുറക്കാനുള്ള വിദ്യ ഞാനൊന്ന് നോക്കട്ടെ. ഈ ഫോൺ എങ്ങനെ തുറക്കും? പുല്ല്. ഈ ഫോൺ തുറന്ന് അവിടെ കള്ളക്കളികളെല്ലാം കണ്ടുപിടിച്ചേ പറ്റൂ. ഈ പുഷ്പനോടാ അവിടെ കളി. കൊണകൊണ എൻ്റെ കൊണകൊണ എന്ന് ഞാൻ തീർത്തു തരാം. അവള് സ്വപ്നം കണ്ടുകൊണ്ട് കിടക്കുക. ഇവിടെ ബാക്കിയുള്ളവൻ്റെ ഉറക്കവും കളഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഒറ്റ കൈ അങ്ങ് പ്രയോഗിക്കാം. നടന്ന് കണ്ട മാലാഹ, കയ്യിലിരിപ്പ് പിശാചിൻ്റെ. ഇതല്ല, ഇതുമല്ല. ഇനി വിരലല്ലേ? തുറന്നു മോള്. എടീ, ഞാൻ ലോക്ക് എടുക്കത്തില്ലെന്ന് കരുതിയ വനിത. മീശ വെച്ച വനിതയോ?
പറ്റിക്കാവിടെയെന്ന് നിന്നെ വോയിസ് മെസ്സേജ്. അതിപ്പം നീ കേൾക്കണ്ട, ഞാനൊന്ന് കേൾക്കട്ടെ. എന്താ വനിതയുടെ വോയിസ് മെസ്സേജ് എന്ന്? നീ ഇത് കേൾക്കുകയും വേണ്ട. പുഷ്പന്റെ കളി നീ കാണാനിരിക്കുന്നേ ഉള്ളൂ. എന്തായിരിക്കും ആ വോയിസ് ക്ലിപ്പ്? ഞാൻ എപ്പോ വരണം? ഒരു 10 മണിയാകുമ്പോഴത്തേക്കിന് വരട്ടെ. അപ്പോഴത്തേക്കിന് ചേട്ടൻ പോവില്ലേ? അതെ, 10 മണിയൊന്നും ആക്കണ്ട. ചേട്ടൻ ചിലപ്പോ അതിനു മുമ്പൊക്കെ പോവും. ഞാൻ നിന്നെ വിളിക്കാം. വിളിപ്പിക്കാടി, ഞാൻ നിന്നെ വിളിപ്പിക്കാം. പുല്ല് ഈ മൊബൈല് കണ്ടുപിടിച്ചവന് എൻ്റെ കയ്യിലെങ്ങാണം കിട്ടണം. അവളോടെങ്ങനെ ചോദിക്കും? ചോദിച്ചാ ഇനി അവളെന്തെങ്കിലും പറയുമോ? ഈ കുളിക്കാതെ നനയ്ക്കാതെ നടക്കുന്ന ആക്ടിവിസ്റ്റുകളോടൊപ്പം ചേർന്ന് എന്നെ കുളിപ്പിച്ച് കിടത്തുവോ? ഇത് ഡെയിലി ചെയ്യണം. ഡെയിലി ചെയ്തേ പറ്റൂ. തന്ത്രവും ബുദ്ധിയും കൊണ്ട് ഇത് വർക്കൗട്ട് ചെയ്യണം. എന്നാലേ കാര്യം നടക്കൂ. ശബരിമല യുവതീ പ്രവേശന വിഷയം സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെടുന്നു. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കപ്പെടേണ്ടതാണെന്ന് ഒരു പക്ഷം വാദിക്കുമ്പോൾ സുപ്രീംകോടതി വിധി അംഗീകരിക്കാൻ ബാധ്യതയുണ്ടെന്ന് സർക്കാർ പറയുന്നു. നിരവധി സ്ത്രീകളാണ് ദർശനത്തിനായി വന്ന് പ്രതിഷേധം മൂലം മടങ്ങുന്നത്. സർക്കാരിന്റെ വ്യക്തമായ ഇടപെടലുകൾ മൂലമാണ് സംഘർഷ സാധ്യത വലിയ പരിധിവരെ ഇപ്പോൾ ഒഴിവാക്കപ്പെടുന്നത്. ലാൽ സലാം സഖാവേ, ലാൽ സലാം. ഈ പുഷ്പനോടാ അവിടെ കളി. ഈ വനിതയും ഗൃഹലക്ഷ്മിയൊക്കെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. പാറു, ഞാനേ ഒന്ന് പുറത്തേക്ക് പോവാ മോളെ. ലേറ്റ് ആവും വരാൻ. സാധനങ്ങൾ വല്ലതും വാങ്ങണോ? വേണ്ട, ഒന്നും വേണ്ട. അപ്പോ ഞാൻ ഇറങ്ങുവാന്നേ. ശരി, ഞാൻ ഡ്രസ്സ് മാറുക. മുൻവശത്തെ ഡോറിന്ന് ചാരിയാ മതി കേട്ടോ. ചാരാം. ഞാനിന്ന് നിന്നെ ചാരിക്കുന്നുണ്ട്. ഹലോ, എന്റെ ചേട്ടൻ പോയി. ഇനി 10 മണിയൊന്നും ആക്കണ്ട. നീ പെട്ടെന്ന് വാ. ശരി 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 ശരി, പെട്ടെന്നോ. അയാൾ പോയിന്ന്. ശരി, നീ വാ. ഓക്കെ, വാ. ശരി.
പൊട്ടിക്കും. ഇന്നിവിടെ ഞാൻ പൊട്ടിക്കും. കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് പോവാ വനിത. റേബാൻ ഗ്ലാസ് ഊശാന്താടി കണ്ട ദുൽഖർ സൽമാനെ പോലെ ഉണ്ട്. വാടാ ഇരിക്കടാ. എങ്ങനുണ്ട് വീടൊക്കെ? കൊള്ളാം, മൊത്തത്തിൽ കൊള്ളാം. ഈ ഗ്ലാസ് ഒന്നിട്ടാ ദുൽഖറിനെ ഒന്ന് കാണട്ടെ. കൊള്ളാവോ? കൊള്ളാം, എന്നാലും അത്ര പോരാ. പിണങ്ങിയോ? എപ്പോ വരും ആര്? നിന്റെ ഹസ്. അങ്ങനെ വൈകുന്നേരമോ? അപ്പൊ സമയമുണ്ട്. കുടിക്കാൻ എന്താ വേണ്ടേ? എന്തുണ്ട്? എന്താ വേണ്ടേ? എന്ത് തരും? എന്ത് വേണം? ബൂസ്റ്റ്. കള്ള്. അസുഖം തോന്നുന്നു. അയ്യോ അങ്ങോട്ട് വേണ്ട, അങ്ങോട്ട് അവിടെയല്ല, അങ്ങോട്ട് പോ. ഓ അങ്ങനെയല്ല, തിരിഞ്ഞു നിൽക്കും. എടീ, എവിടെടീ നിന്റെ കള്ളക്കാമുകൻ? വിളിക്കടി അവനെ. കണ്ട, നാട്ടുകാരെ മൊത്തം ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇവരൊക്കെ അറിയണം നിന്റെ ലീലാവിലാസങ്ങൾ. എല്ലാവരും ഇവിടെ നിൽക്ക്, ഞാനിപ്പോ അവനെ പിടിച്ചോണ്ട് വരാം. ആരും പോവല്ലേ? എടീ വനിതേ, എവിടാടാ നീ ഒളിച്ചിരിക്കുന്നേ? പറയടി. നിന്റെ പിന്നിൽ അവനെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയല്ലേ? മാറടി. വേണ്ട ചേട്ടാ, വേണ്ട. മാറാൻ പ്ലീസ് പ്ലീസ്. ഓടരുത്, എനിക്ക് ബാക്ക് പെയിൻ ആണ്. എനിക്ക് കൊളസ്ട്രോളാ സാറേ. എന്റെ ഇട്ട് ഓടിക്കാതെടാ. എടാ ജാരാ. സ്വാമി ശരണം. സ്വാമി ശരണം. എന്ത്? അല്ല സാറന്മാരെ ഞാൻ അങ്ങോട്ട് വന്ന് കാണാനിരിക്കുകയായിരുന്നു. എന്തിന്? സാറേ, എന്റെ ഭാര്യ ഉണ്ടല്ലോ പാറു, ഞാൻ സുന്ദരിയും സുശീലയും ഒന്ന് കരുതി വിശ്വസിച്ചിരുന്ന അവള് ഞാനില്ലാത്തപ്പോ ഒരുത്തനെ വിളിച്ച് കയറ്റി സാറേ എന്റെ വീട്ടില്. ആണോ? ഇത് നീതിയാണോ സാറേ? താൻ പത്രമൊന്നും വായിക്കാറില്ലേ? പത്രത്തിലും ഉണ്ടോ? ഓ, ഈ പത്രക്കാരുടെ ഒരു കാര്യം. ആ, അകത്തിരുന്ന് സംസാരിക്കാം. കേറി വാ. നീങ്ങില്ലടോ. വാ സാറേ, കേറി വാ. ഹായ് ബ്രോ. വാ സാറേ, സാറിപ്പം ശരിയാക്കി തരുവടി. അങ്ങോട്ട് മാറി. ഇവനാണ് സാറേ ആ ജാരൻ. അവിടെ പോയിരടോ. അല്ല സാറേ, ഇവരെ തന്നോട് അവിടെ പോയിരിക്കാനാ പറഞ്ഞേ. ഞാനവിടെ ഇരിക്കാം. സാർ അവരെ ഒന്ന് ഡീൽ ചെയ്യേ. രണ്ടിനെയും സാർ ഇപ്പം ഡീൽ ചെയ്യും. അവളെ വിളിച്ച് അകത്ത് പോടാ. സാറേ, താൻ അവിടെ ഇരിയടോ. അല്ല സാറേ, അവര് പോവും. താൻ അവിടെ ഇരിയടോ. ഇരിയടാ അവിടെ. സാറേ, ഇരിയടാ അവിടെ. സാറേ, അവര് പത്രമൊന്നും വായിക്കത്തില്ലയോടോ. പൗരബോധമില്ലാത്ത കുറെ അവന്മാര്.
കത്തി താഴെറോ PC പറയുന്ന കത്തി താഴെറോ കത്തി താഴെ വെയിടേ. ബാവുവേ, ഇന്നലെ ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് മലയിറങ്ങി വരുന്ന സമയം ഒരു 10 പുലികള്. വലിയ തെള്ളലാണ് ഇല്ലേ സാറേ ശബരിമലയില്? കള്ളി സാറേ നിയമം കയ്യിലെടുത്തെന്നാ തോന്നുന്നേ. താൻ ആ TV ഒന്ന് ഇറോ, ചുമ്മാ മനുഷ്യന്റെ വ്രതം മുടക്കാതെ. ചരിത്ര നിമിഷം, ചരിത്രം തിരുത്തി കുറിച്ച നിമിഷം, ചരിത്ര നിമിഷമാണിത്. സുപ്രീം കോടതി വിധി നടപ്പിലായിരിക്കുന്നു. 2 സ്ത്രീകൾ മല കയറിയിരിക്കുന്നു. സാറേ, 2 സ്ത്രീകൾ, 2 അവിടെ കേറി കാണുമോ സാറേ? ദൃശ്യങ്ങൾ ആ മിക്കവാറും കേറി കാണും. കയറി എന്നത് വസ്തുതയാണ്. അതിന് പോലീസിൻ്റെ സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറയാറുണ്ട്, കയറുന്ന ആളുകൾക്ക് പോലീസ് സംരക്ഷണം കൊടുക്കുമെന്നുള്ളത്. അത് ഉണ്ടായിട്ടുമുണ്ട്. അതാണ് ഉണ്ടായത്.